ആ പാർട്ടിയുണ്ട് പാർട്ടിയുണ്ട് എല്ലാരും വിളിച്ചോണ്ടിരിക്കാണ് സന്തോഷം. ആ ഞാൻ വിളിക്കാം ഓ മക്കളെ അപ്പുറത്തെല്ലാം ആരാണെന്ന് മനസ്സിലായോ മക്കളെ നിങ്ങൾക്കൊക്കെ? ഒരു കാര്യം പറഞ്ഞേക്ക, ഇപ്പൊ നീ എങ്ങോട്ട് പോവാ? ഞാൻ പുറത്തേക്കൊന്ന് പോകണം. പിന്നെ നീ വേഗം തന്നെ, അതൊന്നും അല്ല ചെയ്യേണ്ടത്, വേഗം തന്നെ സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടെ ഒപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പൊ തന്നെ ഒരാഴ്ചത്തെ ലീവ് എടുത്തിട്ട് ഇങ്ങ് പോരെ. ലീവ് എടുക്കണ ഇരുന്നിരുന്ന് ജോലിക്ക് വേണ്ടി ലീവ് എടുക്കാനാ? പിന്നെ ലീവ് എടുക്കാതെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? എന്ത് കാര്യം? എടാ കോളനിയിൽ പോകാൻ പറഞ്ഞിട്ട് നീ പോയാ? തല മുട്ടടിക്കാൻ പറഞ്ഞിട്ട് ചെയ്തോ? ഇവന്റെ അല്ല അതുവഴി നമുക്ക് വേളാങ്കണ്ണിക്കും പോണം. മുട്ടില് എഴയാന്ന് നേർച്ച നേർന്നിട്ടുണ്ട്. ഇവനാ? ഞാൻ വ്ളാത്താക്കര മാതാവിന് 101 മെഴുകുതിരി കത്തിച്ചായിരുന്നു. അതുകൊണ്ടാ പെട്ടെന്ന് സസ്പെൻഷൻ മാറിയത്. അങ്ങനെയൊന്നും പറയരുത്. ദൈവങ്ങൾക്ക് അങ്ങനെ നേരിട്ട് കത്തിച്ചോണ്ടൊന്നും അല്ല അതിന് പുണ്യം കിട്ടുന്നത്. പാവപ്പെട്ട നിർദ്ധരരെ നമ്മൾ സഹായിക്കുമ്പോഴാണ് ദൈവം കണ്ണു തുറന്നിട്ട് അതിനുള്ള പ്രതിവിധി കാണുക. ഇവന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അറിയണക്ക്? 16 നിർധന കുടുംബങ്ങൾക്ക് പകുതി വിലക്ക് ചീര കൊടുത്തോനാ ഞാൻ. ഒരു 8 ചീരക്ക് എത്ര രൂപ? 10 റുപ്യ. അതിന്റെ പകുതി ആകുമ്പോ 5 രൂപ. അപ്പൊ 50 6 30. 80 രൂപയുടെ ചെലവ് ചെയ്താണ് ഇത്ര വീമ്പിളക്ക്. അല്ല അത് അങ്ങനെ കാശൊന്നല്ല അതിൻ്റെത്, കാശൊന്നല്ല. എല്ലാരും ചെയ്തല്ലോ. അത്രേ ഉള്ളൂ. എന്തായാലും സസ്പെൻഷൻ പിൻവലിച്ചല്ലോ. ഒന്നും അറിഞ്ഞിട്ടില്ല. അവന്റെ സസ്പെൻഷൻ പിൻവലിച്ച്. പിൻവലിക്കുമല്ലോ. അതെനിക്ക് അതിശയമില്ല, പുതുമയില്ല. ഞാൻ അറിഞ്ഞു 2 ദിവസം മുമ്പ് തന്നെ. അപ്പുക്കുട്ട സാർ എന്നോട് പറഞ്ഞു, 2 ദിവസം മുമ്പ് പറഞ്ഞു, ഏറിയാൽ 2 ദിവസം നിന്റെ അളിയനെ തിരിച്ച് ജോലിക്ക് എടുക്കും എന്ന് പറഞ്ഞു. ആര്? എന്റെ അപ്പുട്ട സാറോ? എത്ര ദിവസമായിട്ട് സസ്പെൻഷൻ ആയിട്ട്? 2 ദിവസം വേണം നിന്റെ അപ്പുട്ട സാറിന് ബോധോദയം ഉണ്ടായത്. തള്ളുമ്പോ പാകത്തിന് തള്ളടാ. അതെ, ഞാനും അളിയനും തമ്മിലുള്ള പ്രശ്നത്തിൽ അമ്മാവൻ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ. ഇടപെട്ട നീ എന്ത് ചെയ്യണം? എടാ ഇവൻ എന്റെ അനന്തരവനായ ശേഷമാണ് നിന്റെ അളിയനായത്. നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലടിക്കല്ലേ, ഒന്ന് അടങ്ങി. രാഷ്ട്രീയക്കാരെ അറിഞ്ഞൂടാത്തോണ്ടാണ്. അറിയാം എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടല്ലോ. അല്ല നീ ഇപ്പൊ എങ്ങനെ പറഞ്ഞ പോലെ പോണ എന്നുകൊണ്ട് സുഹൃത്തുക്കളെന്ന് കാണണം. പിന്നെ താടി എടുക്കാന്ന് വിചാരിക്കുന്നല്ലേ? താടിപ്പെടുക്കണ്ട, അത് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോ എടുത്താ പോരെ. കനക ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ ഇത് എടുക്കണ്ട. ഞാൻ വേണേ അപ്പുക്കുട്ട സാറിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാം. നിനക്ക് ശബരിമല ഡ്യൂട്ടി വാങ്ങിച്ചു തരാം. അതാകുമ്പോ താടി എങ്ങനെ വെക്കാലോ. കഴുത മണ്ഡലകാലൊക്കെ കഴിഞ്ഞു, നീ താടി എടുത്തോ. അമ്മാവനായിപ്പോയി. അതല്ല, അവൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. പോയിട്ട് മക്കളെ ഇപ്പോഴും സല്യൂട്ട് അടിക്കണ്ടാ. സാരിട്ടോ